എടുത്തിരിക്കുന്നത് നല്ല എൻഗേജിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഒരു മലയാളത്തിൽ ഇങ്ങനെ ഞാൻ ഫിലിം കാണുന്നത്. നമ്മളിപ്പോൾ ഈ റിവ്യൂ പറയുമ്പോൾ ചിലർ വിചാരിക്കും അയ്യോ കൊടൂര ത്രില്ലറാണെന്ന്. അങ്ങനെയൊന്നുമല്ല, സൈലന്റ് ഹിറ്റ് ആണ്, പക്ക സൈലന്റ് ഹിറ്റ്. വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വർഷത്തെ ആദ്യ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുമായിട്ട് ടോവിനോ തോമസ് എത്തുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും. പടം കണ്ടിറങ്ങിയ ഓഡിയൻസിന്റെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടാണെന്ന് ചോദിക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. നേരെ അന്വേഷിപ്പിൻ കണ്ടെത്തും റിവ്യൂലേക്ക്. നല്ല മൂവി. നമ്മൾ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും വലുതായിട്ട് ഇപ്പോൾ തിയേറ്ററിന് ഹൗസ്ഫുള്ളൊന്നും അല്ലെങ്കിലും ജിനു പേപ്പർ അവൻ്റെ നല്ലൊരു വർക്കാണ്. പുള്ളിയുടെ റൈറ്റ് നമ്മൾ ഇതിനു മുമ്പ് പല മൂവീസിലും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും നല്ല എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റോറി മേക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് സ്റ്റോറി നമ്മൾ ഈ ക്ലീഷയായിട്ട് കണ്ടുവരുന്ന ടൈപ്പ് അല്ല. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നമ്മളിപ്പോൾ വർക്ക്സിലേക്ക് നമ്മൾ ഈ മിഥുൻ മാനുവലിൻ്റെ പടങ്ങളെ കാണുന്ന പോലെ ആ ഒരു ടൈപ്പ് അല്ല. കുറച്ച് പിന്നോട്ടുള്ളൊരു സ്റ്റോറി ലൈനാണിത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഒന്നും ക്രിഞ്ചായിട്ട് തോന്നിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലീഷയായിട്ട് തോന്നിക്കാതെ നമ്മളെ എൻഗേജിംഗ് ആയിട്ട് റിയലിസ്റ്റിക് ആണ്. ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലായി അത് ചെയ്തിട്ടില്ല. നല്ല റിയലിസ്റ്റിക്, നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. നമുക്ക് എടുത്തിരിക്കുന്നത് നല്ല എൻഗേജിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഒരു മലയാളത്തിൽ ഇങ്ങനെ ഞാൻ ഫിലിം കാണുന്നത്. അതായത് 2 മർഡറും 2 സെഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ത്രില്ലർ ടെംപ്ലേറ്റ് തന്നെയാണോ ത്രില്ലർ ഇൻവെസ്റ്റിഗേറ്റീവ്? അതുപോലെ തന്നെയാണ്, പക്ഷേ 2 സെഷനായിട്ടാണ്. ആ ഇടവേള വരെ, ഇൻ്റർവെൽ വരെ ഒരു പശ്ചാത്തലം അന്വേഷിക്കുക, അതിനെ കണ്ടുപിടിക്കുക. അതിന് ശേഷം വേറൊരു ഒരു മർഡർ കിടക്കി അതിനെ കണ്ടുപിടിക്കാൻ സിനിമ കൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കും. ടോട്ടലി എൻഗേജിംഗ് ആണ് തുടക്കം വരെ. എൻ്റെ അത്ര എൻഗേജ്. ത്രില്ലറാണോ അതോ? യൂഷ്വൽ ടെംപ്ലേറ്റ് അല്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇൻ്റർവെല്ലിന് വന്നിട്ട് ഒരു ട്വിസ്റ്റ് കാണിച്ച് ക്ലൈമാക്സിൽ വേറെ ട്വിസ്റ്റ്, ഒരു കൊലപാതകത്തിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു രീതിയല്ല, വേറൊരു രീതി. ഫുൾ എൻഗേജിംഗ് ആണ്. എൻഗേജിംഗ്. ഒരു സൈലന്റ് ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഒരു ത്രില്ലിംഗ് മൊമെന്റ് ഉണ്ട് ലാസ്റ്റ് വരെ എന്താവും എന്നുള്ളൊരു ഇത്. പിന്നെ മ്യൂസിക്കും ഒക്കെ കൂടെ ആകുമ്പോൾ, ടൊവിനോയുടെ അഭിനയം ഒക്കെ കൂടെ ആകുമ്പോൾ, അവർ 4 പേരുടെ ആ ഇത് കോംബോ നല്ല രസമുണ്ടായിരുന്നു. ഫുൾ എൻഗേജിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബോറൊന്നുമില്ല, നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. തുടക്കം മുതലേ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും എന്താണെന്ന് ബോറിംഗ് ഒന്നുമില്ല. നല്ല പടം. കഥ ട്വിസ്റ്റൊക്കെ പ്രതീക്ഷയാണ്. ഇല്ല അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നല്ല പടം. ഞാൻ കണ്ട ഈ ഇടയ്ക്ക് വന്നതിന് നല്ലൊരു ത്രില്ലർ പടം. ടോട്ടലി എങ്ങനെയാണ്? ഒരു സൈലന്റ് ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്. ഹിറ്റ് ആവേണ്ട എല്ലാം അതുകൊണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെയാണ് സിനിമയിലുള്ളത്. പിന്നെ വേറെ എന്ത് പറയാൻ, മ്യൂസിക് ആയാലും സ്റ്റോറിയൊക്കെ എങ്ങനെ പറയാനായിട്ട്. ഫസ്റ്റ് പാർട്ടിൽ വലിയ എൻഗേജിങ് ഇല്ലായിരുന്നു, പക്ഷെ സെക്കൻഡ് പാർട്ടിലായിരുന്നു പക്ക എൻഗേജിങ്. പക്ഷെ ഇത് കാണണം എല്ലാവരും. സൈലന്റ് ആയിട്ട് ഹിറ്റ് അടിക്കുന്ന സെറ്റപ്പാണ്. സൈലന്റ് ഹിറ്റ് ആണ്, പക്ക സൈലന്റ് ഹിറ്റ്. ത്രില്ലർ പടം തന്നെയാണ്. അടിപൊളി സിനിമ തന്നെയാണ്. മോശമായിട്ട് പറയാനൊന്നുമില്ല. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലായിട്ട് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ പറയണ എങ്ങനെയാണ്? സ്ഥിരം അല്ലല്ല, വ്യത്യസ്തമാണ്. സ്ഥിരം കഥ പോലെയൊന്നും അല്ല. തുടക്കം മുതൽ ഫുൾ എൻഗേജിംഗ് ആണ്. നല്ല സിനിമ തന്നെയാണ്. വേറെ ബോറടിപ്പിക്കാനായിട്ടൊന്നും. ഒരുപാട് ത്രില്ലറുകൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒരുപാട് ത്രില്ലർ സിനിമ കാണുന്ന വിജയിക്കുന്ന പോലീസുകാരുടെ കഥയാണ്. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് കഴിവുണ്ട്, പക്ഷെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രശംസ കിട്ടുന്നില്ല. ടോവിനെ ടോവിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആനന്ദ് എന്ന് പറഞ്ഞ ഒരു പോലീസ് കഥാപാത്രം എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെടാൻ കാരണം 90s കാലഘട്ടം നല്ല രസമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അല്ല, പടം ഭയങ്കര ഹൈ മൊമെന്റ്സ് അല്ല. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി നമുക്ക് ഭയങ്കര ഹൈ മൊമെന്റ്സ് ഉണ്ട്. ഇത് അങ്ങനെ ഹൈ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ മാസം അങ്ങനെയൊന്നും അല്ലല്ലോ. 2 ക്രൈമാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ക്രൈം, സെക്കൻഡ് ഹാഫിൽ ഒരു ക്രൈം. രണ്ടും കോട്ടയത്ത് നടക്കുന്നതാണ്. അതിങ്ങനെ ഇവർ തെളിയിക്കുന്നു എന്നാണ്. അത് ഭയങ്കര ഒരു പാടായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ആ പോകുന്ന പ്രോസസ്സൊക്കെ നല്ല രസമായിരുന്നു. ഒരു സ്ഥലത്ത് പോലും എനിക്ക് മുഷു അനുഭവപ്പെട്ടില്ല. എനിക്കൊന്ന് 2.5 മണിക്കൂറുണ്ട് പടം. അതൊക്കെ നല്ല രസമായിട്ട്. നമ്മളിപ്പോൾ ഈ റിവ്യൂ പറയുമ്പോൾ ചിലർ വിചാരിക്കും അയ്യോ കൊടൂര ത്രില്ലറാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ക്രൈം ത്രില്ലറിൽ 90s അതായത് ഈ സിനിമയിൽ കുറേ കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോഴും മൊബൈൽ ഫോണില്ല, പിന്നെ ടെലിഫോൺസ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ആ സമയം കേസ് അന്വേഷിക്കണം. അതൊക്കെ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഈ പോലീസ് ജോലിയിൽ ഏറ്റവും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമ്മുടെ മോളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മളെ ചവിട്ടി താഴ്ത്തും. അങ്ങനെയുള്ള കോട്ടയം നസീറിൻ്റെ ഒരു കഥാപാത്രമൊക്കെ നല്ല ദേഷ്യം വരും. അതേസമയം സിദ്ദിഖ് നല്ലൊരു കഥാപാത്രമായിരുന്നു. ഞാൻ ഭയങ്കര സംതൃപ്തനാണ് സിനിമ. ആക്ടിങ് വൈസ് നൈസായിരുന്നു. കഥ ഒരു സ്ലോ ബേസിൽ പോയാലും നൈസായിട്ടിരുന്ന് കാണാൻ വലിയ ലാഗൊന്നും ഇല്ലാണ്ട് ഫുൾ എൻഗേജ് ചെയ്യിപ്പിച്ചോ? എൻഗേജ്ഡ് ആയിരുന്നു. നല്ല ട്വിസ്റ്റും എല്ലാം നൈസായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ പ്രതീക്ഷ തെറ്റിച്ചില്ല. സൈലന്റ് ആയിട്ട് വന്നിട്ട് ഈ വർഷത്തെ ആദ്യ ഹിറ്റ് അടിച്ച് നമ്മുടെ ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂഡിൽ ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമ്പോൾ പടം കണ്ടവർ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇന്നിറങ്ങുന്ന മറ്റ് 2 സിനിമകളുടെ റിവ്യൂ ചാനൽ വരുന്നതായിരിക്കും. ബൈ.